മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല നട നാളെ അടയ്ക്കാനിരിക്കെ സന്നിധാനത്ത് കനത്ത ഭക്ത തിരക്കാണ്. നടപ്പന്തലിലും ശരണ വഴികളിലുമെല്ലാം തീർത്ഥാടകരുടെ നീണ്ട വരിയാണ് അനുഭവപ്പെടുന്നത്. ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് ഭക്തർക്ക് 18ാം പടി ചവിട്ടാൻ കഴിയുന്നത്. മണ്ഡലപൂജ പൂർത്തീകരിച്ച് ശബരിമല സന്നിധാനത്ത് നടയടയ്ക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ സന്നിധാനവും പരിസരവും ഭക്ത ലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെയും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു. ഇന്നലെ വൈകിട്ട് നട തുറന്നത് മുതൽ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹമായിരുന്നു ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടതെങ്കിൽ രാത്രി നടയടച്ചതിന് ശേഷവും ഭക്തർ വരിനിന്ന നടപ്പന്തലിന് പുറത്തും വരിനിന്ന ഭക്തരാണ് ഇന്ന് രാവിലെ മുതൽ 18ാം പടി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു ഭക്തജന പ്രവാഹം ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ മുതൽ പുലർച്ചെ 4 മണി മുതൽ നട തുറന്നത് മുതൽ തന്നെ ഭക്തരുടെ ഒരു നീണ്ട നിരയാണ് 18ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിന് പുറത്തുമെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നീണ്ട നിര അപ്പാച്ചിമെട്ടിലും ശരംകുത്തിയിലും അടക്കം ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാളെയാണ് മണ്ഡലവിളക്ക്. അത് ഇന്ന് വൈകിട്ടോടുകൂടി തങ്കയങ്കി ശബരിമല സന്നിധാനത്തെത്തും. ഉച്ചയോടുകൂടി തന്നെ തങ്കയങ്കി പമ്പയിലെത്തും. പമ്പയിൽ വിശ്രമിച്ച ശേഷം വൈകിട്ട് 5:30 ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് അധികൃതരും മറ്റും ചേർന്ന് തങ്കയങ്കിയെ സ്വീകരിക്കും. തുടർന്ന് ശബരിമല സന്നിധാനത്തേക്ക് തങ്കയങ്കിയെ ആനയിക്കും. 18ാം പടി കയറിയതിനു ശേഷം കൊടിമരത്തിൻ്റെ ചുവട്ടിൽ തങ്കയങ്കിക്ക് സ്വീകരണം നൽകും. അതിനുശേഷം അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തും. തുടർന്നാണ് മഹാദീപാരാധന നടക്കുക. തുടർന്ന് ഇന്ന് രാത്രി നടയടയ്ക്കും. നാളെ 10:30-നും 11:30-നും ഇടയിലാണ് മണ്ഡലപൂജ. അതിനുശേഷം വൈകിട്ട് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇത്തവണത്തെ മണ്ഡലപൂജയ്ക്ക് സമാപനം കുറിക്കും. തുടർന്ന് ഡിസംബർ 30-ന് വൈകിട്ടാണ് നട തുറക്കുക. മകരവിളക്ക് പൂജയ്ക്കായി ഡിസംബർ 30-ന് നട തുറക്കും. അതുവരെ അയ്യപ്പൻ നിദ്രയിലായിരിക്കും ഉണ്ടാവുക. ഇതുകൊണ്ട് തന്നെ ഈ മണ്ഡലപൂജ നാളെ സമാപിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭക്തജന പ്രവാഹം ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതര സംസ്ഥാനത്ത് നടക്കം കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏറെ പാടുപെട്ടാണ് ഇവരെയെല്ലാം തന്നെ 18ാം പടി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം വലിയ തരത്തിലുള്ള ഒരുപക്ഷെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അപ്പാച്ചിമെട്ടിലും ശരംകുത്തിയിലും നടപ്പന്തലിന് പുറത്തുമടക്കം ഇവിടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവരെ തടഞ്ഞു നിർത്തി ഘട്ടം ഘട്ടമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടാണ് 18ാം പടി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെയും ഇത്തരത്തിൽ ഒരു വലിയ ഭക്തജന പ്രവാഹം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നാളെ 11 മണിക്ക് ശേഷം രാവിലെ 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും അയ്യപ്പ ഭക്തരെ കടത്തിവിടില്ല, 18ാം പടി കയറ്റാൻ അല്ലെങ്കിൽ പമ്പയിൽ നിന്നും ഇങ്ങോട്ട് കടത്തിവിടില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നാളെ 11 മണി വരെ പമ്പയിൽ എത്തുന്നവർക്ക് മാത്രമാണ് സന്നിധാനത്ത് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. നാളെ മണ്ഡലപൂജ അവസാനിക്കുന്ന തൊട്ടു മുമ്പായി തന്നെ പരമാവധി ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.